നമസ്കാരം. ശ്രീ രാജേഷ് കമ്മത്തെഴുതിയ മോഹൻജിയോടൊത്തുള്ള അത്ഭുത ദിനങ്ങൾ എന്ന ഗ്രന്ഥത്തിലെ സ്വാമി ഗണേശാനന്ദഗിരിയെക്കുറിച്ചുള്ള ഗുരുകൃപയുടെ ചിറകിലേറി എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ആദ്യത്തെ ഭാഗം ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്കായി കൊടുക്കുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കേൾക്കുന്നതാണ് നല്ലത്. ആധാരശിലയിടൽ ചടങ്ങിന് ശേഷം ബാബാജി വിശിഷ്ട വ്യക്തികളെയെല്ലാം വേദിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ആദരിച്ച് പരിപാടികൾ നടത്തി. അപ്പോഴെല്ലാം ബാബാജി മോഹൻജിയുടെ അടുത്തിരിക്കുകയും അധിക സമയവും മോഹൻജിയുടെ കയ്യിൽ പിടിക്കുകയും ചെയ്തിരുന്നു. വിശിഷ്ട വ്യക്തികളുടെ ഇടയിൽ പ്രാമാണ്യവും പദവിയുമുള്ള പലരുമുണ്ടായിരുന്നു. ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, ഒരു സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി, അന്നാട്ടുകാരായ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രധാനികൾ, മറ്റ് പ്രമുഖ വ്യക്തികൾ എന്നിവർ. പരിപാടിക്ക് ട്രസ്റ്റ് നല്ല പ്രചാരണം കൊടുത്തിരുന്നു. മുഖ്യ വാർത്താ മാധ്യമങ്ങൾ പ്രാധാന്യം നൽകി വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. സംഭവ സ്ഥലത്തേക്കുള്ള വഴികൾ നീളെ വലിയ ഫോട്ടോകളും പരസ്യങ്ങളും ഉണ്ടായിരുന്നു. രാഷ്ട്രപതിയിൽ നിന്നും സംസ്ഥാന ഗവർണറിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും മറ്റും അവർക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഖേദമറിയിച്ചുകൊണ്ടും പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ടും സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. വേദിയിൽ പ്രധാന വ്യക്തികളുടെ പ്രസംഗങ്ങളുമുണ്ടായി. ഇതിനെ തുടർന്ന് ഒരു പ്രസിദ്ധ നർത്തകനും സംഘവും അവതരിപ്പിച്ച ഭരതനാട്യം പരിപാടി ഉണ്ടായി. നാട്യസംഘത്തെ വിശിഷ്ട വ്യക്തികൾ അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ക്ഷേത്ര പദ്ധതിയെക്കുറിച്ച് വിവരിച്ചു. ട്രസ്റ്റിൻ്റെ നന്ദി പ്രകടനത്തോടെ യോഗം അവസാനിച്ചു. തുടർന്ന് പ്രസാദമായി എല്ലാവർക്കും സ്വാദിഷ്ടമായ ഭക്ഷണവും നൽകപ്പെട്ടു. അന്നത്തെ പരിപാടിയിൽ 7000-ലധികം ജനങ്ങൾ പങ്കെടുത്തു. അവർക്കെല്ലാം വേദിയിലുണ്ടായിരുന്ന ബാബാജിയുടെയും മറ്റ് ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും പ്രസാദവും ലഭിച്ചു. എങ്ങനെ നോക്കിയാലും അത് അവർക്കെല്ലാം നേട്ടമായിരുന്നു. പരിപാടിയിലുടനീളം ബാബാജി കഴിയുന്നത്ര മോഹൻജിയുടെ കൈ പിടിച്ചുകൊണ്ട് മോഹൻജിയെ ചേർത്ത് നിർത്തി. അദ്ദേഹത്തിന് മോഹൻജിയോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്പഷ്ടമായ തെളിവായിരുന്നു അത്. പിറ്റേ ദിവസം ഞങ്ങളെല്ലാം ബാബാജിയുടെ കുടീരത്തിൽ ഒന്നിച്ചുകൂടി. ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ തറക്കല്ലിയിടൽ പരിപാടി വളരെ ഭംഗിയായി നടന്നു. ആഘോഷം നടത്തുന്നതിൻ്റെ ഭാരം ബാബാജിയുടെ ചുമലിൽ നിന്ന് നീക്കപ്പെട്ടു. സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്താനായി ഓരോ ചെറിയ വിശദാംശങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ട് കുറേ കാലമായി അദ്ദേഹം വിശ്രമമില്ലാതെ പണിയെടുക്കുകയായിരുന്നു. ഭാരം ഒഴിവായതിൻ്റെ ആശ്വാസം അദ്ദേഹത്തിൽ കാണാമായിരുന്നു. താൻ ട്രസ്റ്റിനെ നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതായി ബാബാജി പറഞ്ഞു. തനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാൻ സായിബാബയോട് ആവശ്യപ്പെട്ടു. താൻ ഉൾപ്പെടെ എല്ലാവരുടെയും പേരെഴുതിയ ചിട്ടുകൾ, അതായത് നറുക്കുകൾ ബാബയുടെ മുന്നിൽ വച്ചിരുന്നു. ആദ്യത്തെ ചിട്ടെടുത്തപ്പോൾ തൻ്റെ പേരും രണ്ടാമത്തേതിൽ മോഹൻജിയുടെ പേരുമാണ് കണ്ടത്. പിന്നെ മറ്റുള്ളവരുടെ പേരുകളും. തൻ്റെ കൂടെ ഒരു ട്രസ്റ്റിയാകുവാൻ അദ്ദേഹം മോഹൻജിയോട് ആവശ്യപ്പെട്ടു. താൻ അധിക സമയവും വിദേശങ്ങളിലായിരിക്കുമെന്നും അതുകൊണ്ട് ട്രസ്റ്റിൽ തൻ്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയാതെ വരുമെന്നും മോഹൻജി പറഞ്ഞു. അത് സായിബാബയുടെ നിശ്ചയമായതുകൊണ്ട് മോഹൻജി ട്രസ്റ്റിൻ്റെ ഭാഗമാകേണ്ടത് ആവശ്യമാണ്. എല്ലാം പരിഗണിക്കുമ്പോൾ മോഹൻജി ട്രസ്റ്റിൻ്റെ മുഖ്യ ഉപദേശകനാകുന്നതായിരിക്കും നല്ലത് എന്ന് ബാബാജി പറഞ്ഞു. സായിബാബയോടുള്ള ആദരവും ബാബാജിയുടെ ആഗ്രഹവും മാനിച്ചുകൊണ്ട് പിന്നെ ഒന്നും പറയാതെ മോഹൻജി സമ്മതിച്ചു. സായിബാബയുടെ നിർദ്ദേശമനുസരിച്ച് ബാബാജിയുടെ സമാധി ശ്രീ പെരുമ്പദൂരിലായിരിക്കണം. ഇനിയും സമയം പാഴാക്കാതെ സമാധി പദ്ധതി രേഖപ്പെടുത്തി വെക്കണമെന്ന് മോഹൻജി ബാബാജിയോട് പറഞ്ഞു. മോഹൻജിയുടെ ആവശ്യം കേട്ട ട്രസ്റ്റിമാർ ബാബാജിയോടുള്ള സ്നേഹം കൊണ്ട് വികാരഭരിതരായി. മോഹൻജിയുടെ ആവശ്യം അനവസരത്തിലുള്ളതും അനുചിതവുമാണെന്ന് അവർ പറഞ്ഞു. അവർ ബാബാജിയോട് പരാതിപ്പെട്ടു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിനു ശേഷവും ബാബാജി തങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് തങ്ങൾക്ക് അറിയാമെന്ന് അവർ ബാബാജിയോട് പറഞ്ഞു. അവരെ ശാസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോഹൻജി ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കണം. ഇത് എപ്പോഴും ഓർമ്മ വേണം. ക്ഷോഭിക്കാതെ അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യൂ. അദ്ദേഹം അവരെ ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രവചനാത്മകമായിരുന്നു എന്ന് താമസമില്ലാതെ തെളിയിക്കപ്പെടുവാൻ പോകുകയായിരുന്നു. ബാബാജിയുടെ സമാധി നിർദ്ദേശങ്ങൾ സാക്ഷികളുടെ മുമ്പിൽ വെച്ച് കടലാസിൽ എഴുതി വയ്ക്കണമെന്ന് മോഹൻജി ബാബാജിയോട് പറഞ്ഞു. ബാബാജിയുടെ താൽപ്പര്യങ്ങളെക്കുറിച്ച് പിന്നീട് ആശയക്കുഴപ്പമുണ്ടാകരുത്. വിലക്ഷണ സ്വഭാവമുള്ളതാണെങ്കിലും വളരെ താൽപ്പര്യജനകവും വസ്തുനിഷ്ഠവുമായ ഒരു ചർച്ചയായിരുന്നു 2 ഗുരുക്കന്മാർ തമ്മിൽ നടന്നത്. അതിനുശേഷം ഞങ്ങൾ ബാബാജിയോട് അനുഗ്രഹം വാങ്ങി വിടവാങ്ങി ഞങ്ങളുടെ യാത്രകൾക്കായി പുറപ്പെട്ടു. ബാബാജിയുടെ കാര്യത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന കൗതുകകരമായ ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ സിംഹവും ആട്ടിൻകുട്ടിയും സ്വഭാവമാണ്. സായിബാബയെ സംബന്ധിച്ച ജോലിയുടെ കാര്യത്തിൽ അദ്ദേഹം തീയാണ്. എന്നാൽ മോഹൻജിയുടെ ഒരാളെ കാണുമ്പോൾ അതേയാളെ വളരെയധികം സ്നേഹവും ദയയും ബഹുമാനവും നൽകി സന്തോഷിപ്പിക്കും.
ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോഴെല്ലാം അദ്ദേഹം ദയാപൂർവം ഞങ്ങളുടെ യാത്രയെപ്പറ്റി ചോദിക്കും. പിന്നെ അവിടെ നിൽക്കുന്ന ഒരാളുടെ നേരെ തിരിഞ്ഞ് അയാൾ ചെയ്ത ഒരു കാര്യം വേണ്ട വിധത്തിലാകാത്തതിന് ഒച്ചവയ്ക്കും. പിന്നെ ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. ആരെയെങ്കിലും വിളിച്ച് തിന്നാനായി എന്തെങ്കിലും അല്ലെങ്കിൽ കാപ്പി കൊണ്ടുവരുവാൻ പറയും. വീണ്ടും തിരിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നവുമായി വന്ന ഒരാളോട് ഒച്ചയിടും. ഇതെല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായി നടന്നുകൊണ്ടിരിക്കും. ഇത് ഒരേ സമയം രസകരവുമാണ് അസ്വസ്ഥമാക്കുന്നതുമാണ്. ബാബാജിയുടെ ഞങ്ങളോടുള്ള സ്നേഹപൂർവമായ ഈ പെരുമാറ്റം മോഹൻജിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് മാത്രം കിട്ടിയ ഒരു പ്രത്യേക അവകാശമായിരുന്നു എന്നത് അഗാധമായ ഒരു അറിവാണ്. ഇതിനുശേഷം മോഹൻജി വിദേശങ്ങളിലേക്ക് പോയി. ഞാൻ ധർമ്മശാലയിലേക്ക് മടങ്ങി. കൃത്യമായി ഒന്നിടവിട്ട ആഴ്ചകളിൽ ബാബാജിയെ വിളിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പിന്നെ എൻ്റെ ജോലി തിരക്ക് കാരണം ഇതിൽ വീഴ്ച വന്നു. ഒരു ദിവസം രാവിലെ നേരത്തെ മധുവിൻ്റെ ഒരു ഫോൺ വിളി വന്നു. ബാബാജി സമാധിയായിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. വലിയൊരു ആഘാതമായിരുന്നു അത്. ബാബാജി ക്ഷേത്ര നിർമ്മാണ പദ്ധതിയിൽ വളരെയധികം അഭിപ്രായ സംഘടനകളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്നു. അത് അദ്ദേഹത്തിന് വളരെ വ്യാകുലത ഉണ്ടാക്കിയിരുന്നു. എങ്കിലും ട്രസ്റ്റിമാർ പറഞ്ഞതുപോലെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിനു ശേഷവും അദ്ദേഹം കൂടെയുണ്ടാകുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിച്ചത്. ഇത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അന്ന് വളരെ താമസിച്ചാണ് ഞാൻ ഉണർന്നത്. എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നൽ, ഒരു ഉദാസീനത. ഒന്നും ചെയ്യാൻ തോന്നിയില്ല. സാധനയൊന്നും ചെയ്യാൻ തോന്നിയില്ല. ബാബാജിയുടെ സമാധിയെക്കുറിച്ച് ഉപബോധ മനസ്സിൽ ഒരു ധാരണയുണ്ടായോ? ബാബാജിയുടെ സമാധി ഒരുക്കുന്നതിൽ സഹായിക്കാനായി ഉടനെ ചെന്നൈയിലേക്ക് പോകുവാൻ മോഹൻജി മധുവിനോട് പറഞ്ഞു. സമാധി സ്ഥലം എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലെന്ന് മധു അറിയിച്ചു. മോഹൻജി ആദ്യം മുതൽക്കേ ഭയപ്പെടുന്നതായിരുന്നു ഈ സാഹചര്യം. തൻ്റെ സമാധി താൽപ്പര്യങ്ങളെക്കുറിച്ച് ബാബാജിയിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങളില്ലായിക. ചില തഴക്കം ചെന്ന ഗുരുക്കന്മാരോട് ചോദിച്ച് സമാധിക്കുള്ള ആചാരങ്ങളും നിയമങ്ങളും മറ്റും മനസ്സിലാക്കുവാൻ മോഹൻജി മധുവിനോട് നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ ഉടനെ ഒന്നും കൂടുതൽ ചെയ്യാൻ കഴിയാതെ മധു ചെന്നൈയിലേക്ക് പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരറിവും സൂചനയും ഇല്ലാതെ ഒരു ഗുരുവിൻ്റെ സമാധി തയ്യാറാക്കുവാനുള്ള ചുമതല ഏൽക്കേണ്ടി വരിക. ഒരു പിഴവ് സംഭവിച്ചാൽ നിങ്ങൾക്ക് ക്ഷുഭിതനായ ബാബാജിയെയും അദ്ദേഹത്തിൻ്റെ ഗുരു സർവ്വവ്യാപിയായ സായിബാബയെയും നേരിടേണ്ടി വരും. ഒരു ശരീരത്തിൻ്റെ തടസ്സമില്ലാത്ത ബാബാജിക്ക് നിങ്ങൾക്ക് നല്ല ചവിട്ടി തരാൻ പല മാർഗങ്ങളുണ്ട്. ഒരു പോംവഴിയും ഇല്ലാത്ത അവസ്ഥ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ അങ്ങോട്ടേക്ക് അയച്ച നിങ്ങളുടെ ഗുരുവിനോടും ഉത്തരവാദിത്വമുണ്ട്. ആ സാഹചര്യം കൃത്യമായി കൈകാര്യം ചെയ്യുകയും തരണം ചെയ്യുകയും ചെയ്ത മധുവിന് സ്തുതി. രാത്രിയായപ്പോഴേക്ക് ഗുരുമണ്ഡലത്തിൻ്റെ കൃപ കൊണ്ട് സമാധി സ്ഥലം വേണ്ടവിധം ഒരുക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ കഴിവുള്ള ആളുകൾ, ശരിയായ ആളുകൾ എത്തിച്ചേരുകയും എല്ലാം വേണ്ടതുപോലെ നിർവഹിക്കപ്പെടുകയും ചെയ്തു. മധുവിൻ്റെ അനുഭവം ബാബാജിയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ വായിക്കാം. മോഹൻജി എന്നോട് മധുവിനെ സഹായിക്കാനായി ചെന്നൈയിലേക്ക് പോകുവാൻ പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മശാലയിൽ നിന്നുള്ള അന്നത്തെ അവസാനത്തെ വിമാനത്തിൽ പോകുന്ന സമയം കഴിഞ്ഞിരുന്നു. രാത്രി ബസ്സിൽ ഡൽഹിക്ക് പോവുകയും അവിടെ നിന്ന് രാവിലെ ചെന്നൈയിലേക്ക് വിമാനത്തിലും അവിടെ നിന്ന് ശ്രീപെരുമ്പദൂരിലേക്ക് കാറിലേക്കും പോവുകയായിരുന്നു എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. സമാധി പരിപാടി പിറ്റേ ദിവസം രാവിലെ നേരത്തെയാണെന്ന് വൈകുന്നേരമായപ്പോഴേക്ക് എനിക്ക് അറിവ് കിട്ടി. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് പരിപാടി അവസാനിക്കും. ഞാൻ വികാരങ്ങൾ പുറമേക്ക് കാണിക്കുന്ന തരക്കാരനല്ല, സമർത്ഥമായി ഉള്ളിലൊതുക്കും. എന്നാൽ എൻ്റെ വിഷാദഭാവം മുഴുവനും തുടച്ചു മാറ്റുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ബാബാജിയുടെ ദേഹം ഒന്ന് കാണാൻ എനിക്ക് കഴിയില്ല. എനിക്കതിൽ പങ്കെടുക്കുവാൻ കഴിയുമാറ് അപ്രതീക്ഷിതമായി പരിപാടിക്ക് താമസം വരേണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് ആ ശരീരം ഒന്ന് കാണുവാൻ വേണ്ടി സമാധി പരിപാടിക്ക് തടസ്സമുണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. തൻ്റെ ബോധത്തിൽ എല്ലായിടത്തും എത്തുവാനായി ബാബാജി ഉപേക്ഷിച്ച ആ ശരീരം കാണുവാൻ വേണ്ടി. എത്തുമാത്രം സ്വാർത്ഥപരവും വിചിത്രവുമായ ചിന്തയായിരുന്നു അത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും അഹംബോധം താൻ പ്രധാനിത്വത്തിന് കാരണമാകുന്നു. എന്നെ സമാധി പദ്ധതിയിൽ സഹായിക്കാൻ അയച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രധാന ചുമതലയും പ്രാധാന്യവും ഉണ്ടായിരിക്കണം. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് വരിക. അത് എന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കും. അഹംഭാവം ഏറ്റവും അസാധാരണമായ സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും വിചിത്രമായ ഭാവനകളിലേക്ക് പോകുവാൻ മുതിരുന്നു. യാത്ര മുഴുവൻ വിഷാദത്തിൻ്റെ നിമിഷങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ടതായിരുന്നു. ബാബാജിയെ ഒന്ന് കാണാൻ കഴിയുന്ന സമയത്ത് അവിടെ എത്തുമെന്നുള്ള ഒരു ആഗ്രഹം.
അത് അസംഭാവ്യമാണെന്ന ബോധം ഉണ്ടാകുമ്പോഴുള്ള ഖേദം. അവസാനം അവിടെ എത്തിയപ്പോൾ കണ്ടത് എല്ലാവരും സമാധിയുടെ ചുറ്റും നിന്ന് അവസാന ആരാധനകൾ അർപ്പിക്കുന്നതാണ്. ഞാൻ ഓടി. അവർ അവസാന ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് അവിടെ എത്തി. ഒടുവിൽ ചടങ്ങ് അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ നാമമാത്രമായ സാന്നിധ്യം രേഖപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചു. ബാബാജി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന മണിമുഴങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ചതുപോലെ. ഒടുവിൽ എനിക്ക് ബോധമുദിച്ചു. ബാബാജിയുമായുള്ള എൻ്റെ ബന്ധം കണക്കിലെടുത്ത് എന്നോടുള്ള കനിവ് കൊണ്ട് മോഹൻജി എന്നെ ഈ അവസരത്തിൽ അവിടെ ഉണ്ടായിരിക്കുവാൻ അനുവദിക്കുകയായിരുന്നു. അവിടെ ഞാൻ ചെയ്യേണ്ടതായി ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ സേവനം ആവശ്യമായ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. മോഹൻജി ഞങ്ങളെ ബാബാജിയെ പോലുള്ള ഉന്നതനായ ഒരു ഗുരുവുമായി ബന്ധപ്പെടുത്തി. അതിൻ്റെ ഫലമായി ബാബാജിയിൽ നിന്ന് ഞങ്ങളിലേക്ക് ഒഴുകിയ അനുഗ്രഹം വാസ്തവത്തിൽ മോഹൻജിയുടെ ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു. ബോധത്തിൻ്റെ ഒരു പ്രകാശം ദ്വൈതഗ്രസ്തമായ മനസ്സിന് ഇണങ്ങുന്ന വിധം പല വർണ്ണങ്ങളായി പിരിഞ്ഞ് കാണപ്പെടുന്ന മായയുടെ ലീലയായിരുന്നു അത്. ഞാൻ ഈ അധ്യായം എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൗതുകം തോന്നുന്നു. ബാബാജി സമാധിയായിട്ട് 3.5 വർഷത്തിലധികമായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അജയ്യമായ ചൈതന്യം ഈ ലോകത്തിൽ എല്ലായിടത്തും അതിനപ്പുറത്തും നിലവിലുണ്ട്. 2017 അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ, അതായത് ഡിസംബർ 19, തലേ ദിവസം സമാധി സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ ഒരു അനുഭവമുണ്ടായി. ബാബാജിയോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര പദ്ധതിയോടുള്ള പ്രതിബദ്ധത കൊണ്ടും മോഹൻജി തൻ്റെ വളരെ തിരക്കുപിടിച്ച പരിപാടികൾക്കിടയിൽ ഒരാഴ്ച ശ്രീ ദത്താത്രേയ ശിവസായി ട്രസ്റ്റിനായി പ്രചാരണം, ധനസമാഹരണം, ഉജ്ജ്വല വ്യക്തിത്വങ്ങളെ കാണൽ മുതലായവയ്ക്കായി നൽകി. അത് ബാബാജിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ആകാമെന്നും നിശ്ചയിച്ചു. വിപുലമായ പരിപാടികളാണ് ബാബാജിയുടെ ജന്മദിനത്തിൻ്റെ തലേദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്നത്. അതിൽ ദ ബോയ് ഹൂ വാക്ഡ് വിത്ത് സായിബാബ, അതായത് സായിബാബയുടെ കൂടെ നടന്ന ബാലൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും ഉൾപ്പെട്ടിരുന്നു. 1 നൂറ്റാണ്ടിലധികം നീണ്ട ബാബാജിയുടെ ഇഹലോക ജീവിതത്തിൽ അദ്ദേഹവുമായി അടുത്ത് പരിചയിച്ച ഒരു കൂട്ടം ആളുകളുടെ അനുഭവങ്ങളുടെ സമാഹരണമാണ് ആ പുസ്തകം. ബാബാജിയുടെ യാത്രാ സർക്കസിന്റെ ഭാഗമാകുവാനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി ഒരു കൂട്ടം ആളുകൾ ചെന്നൈയിൽ ഒത്തുകൂടി. അവരുടെ കൂട്ടത്തിൽ പുണ്യശാലികളായ കീർത്തനക്കാർ നടേഷ് റാംസൽ, മോനി റാംസൽ എന്നിവർ ഉണ്ടായിരുന്നു. മോഹൻജി നടേശിനോട് ബാബാജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓം ശ്രീ സായി ശരണം മമ എന്ന മന്ത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലഘുഗാനമുണ്ടാക്കി റെക്കോർഡ് ചെയ്യുവാനും ജന്മദിന പരിപാടിയിൽ അത് പാടുവാനും പറഞ്ഞു. പുസ്തകം സമർപ്പിക്കുവാനും ബാബാജിയുടെ അനുഗ്രഹം തേടുവാനുമായി ഞങ്ങൾ പരിപാടിയുടെ തലേദിവസം സമാധിയിലേക്ക് പോയി. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയം മുഴുവനും ഒരു ചെറിയ പക്ഷി ഞങ്ങൾക്ക് ചുറ്റും പറന്നുകൊണ്ടിരുന്നു. ബാബാജിയുടെ കുടീരത്തിൽ നിന്ന് തുടങ്ങി സമാധിയിലേക്ക് അത് ഞങ്ങളുടെ കൂടെ വന്നു. മോഹൻജി കാഴ്ചദ്രവ്യങ്ങളും പുസ്തകവും സമാധിക്ക് മുകളിൽ വെച്ച് അദ്ദേഹം നടേശിനോട് ബാബാജിയെക്കുറിച്ചുള്ള പുതിയ ഗാനം പാടുവാൻ പറഞ്ഞു. നടേശനും മോനിയും മനോഹരമായി ആ ഗാനം പാടിയപ്പോൾ വയലിൽ മേഞ്ഞിരുന്ന ഒരു കൂട്ടം പശുക്കൾ സമാധിയുടെ അതിർത്തിയിലുള്ള ചാൽ വരെ വന്ന് അത് കേട്ടുനിന്നു. ആലാപനം കഴിഞ്ഞപ്പോൾ അവ ഒന്നിനു പിന്നാലെ ഒന്നായി ഒരു ജാഥ പോലെ നടന്നുപോയി. അവ വന്നു, സ്തോത്ര ആലാപനം കേട്ടു, ബാബാജിക്ക് പ്രണാമം അർപ്പിച്ച് അച്ചടക്കത്തോടെ തിരികെ പോയി എന്ന് പറയാം. ആലാപനം അവസാനിച്ചപ്പോൾ സമാധിയിൽ നിന്ന് റോസപ്പൂവിന്റെ ശക്തമായ സുഗന്ധം വരുന്നതായി മധു ശ്രദ്ധിച്ചു. ബാബാജിയുടെ ശരീരം സമാധിയിൽ വെച്ച സമയത്ത് കുറേയധികം പനിനീർ അതിൽ ഒഴിച്ചിരുന്നതായി മധു ഓർമ്മിച്ചു. എന്നാൽ സമാധി പൂർണ്ണമായി കോൺക്രീറ്റിൽ പൊതിഞ്ഞിരുന്നു എന്നും അതിനകത്ത് നിന്ന് ഒരു ഗന്ധവും പുറത്തുവരാനുള്ള സാധ്യതയില്ലെന്നും ഓർക്കണം. ഞങ്ങൾ സമർപ്പിച്ച പുസ്തകവും സ്തുതിഗീതവും താൻ സ്വീകരിച്ചതായി സൂചിപ്പിക്കുന്ന ബാബാജിയുടെ രീതിയായിരുന്നു അത്. സായിബാബയുടെ സാന്നിധ്യം വിഭൂതിഗന്ധം കൊണ്ടും മോഹൻജിയുടെ സാന്നിധ്യം ചന്ദനഗന്ധം കൊണ്ടും അറിയുന്നത് പോലെ. അവിടെ നിന്ന് 200-300 മീറ്റർ അകലെയുള്ള ബാബാജിയുടെ കുടീരത്തിലും ചിലർക്ക് ഈ ഗന്ധം അനുഭവപ്പെട്ടു. സമാധി ആയതിനു ശേഷവും ബാബാജിയുടെ സജീവ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന് സംശയിച്ചവരെ ഉണർത്തുന്ന ഒരു തെളിവായിരുന്നു ഇത്. മറ്റുള്ളവർക്ക് അദ്ദേഹം ഇഹത്തിലും പരത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകും, സമാധിക്ക് ശേഷം അതിന് മുമ്പത്തേക്കാളധികം എന്നതിൻ്റെ സൂചനയുമായിരുന്നു. ബാബാജി തുടങ്ങിവെച്ച ക്ഷേത്ര നിർമ്മാണ പദ്ധതിയും പുറലോകത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശക സാന്നിധ്യത്തിൻ്റെ സജീവ സൂചനയാണ്. ബാബാജിയുടെയും അദ്ദേഹത്തിൻ്റെ മഹാഗുരു സായിബാബയുടെയും അനുഗ്രഹം കൊണ്ട് അത് പതറാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ശ്രീ ദത്താത്രേയ ശിവസായി ട്രസ്റ്റും ബാബാജിയുടെ ദർശനത്തെ പൂർത്തിയാക്കുവാനായി പതുക്കെയാണെങ്കിലും ഉറച്ച് പ്രയത്നിക്കുന്നുണ്ട്. സായിബാബയ്ക്ക് വളരെ പ്രിയപ്പെട്ട അന്നദാനം ഇവിടെ ക്രമമായി നടത്തപ്പെടുന്നു. ബാബാജിയുടെ സമാധിക്ഷേത്രവും ധ്യാനമന്ദിരവും നിർമ്മാണം കഴിഞ്ഞു. സായിബാബയുടെ വിഗ്രഹം പവിത്രീകരിച്ച ക്ഷേത്ര പരിസരത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ബാബാജി ട്രസ്റ്റുമാരിൽ കൂടി ഇനിയുള്ള ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിപ്പിക്കുകയും ഉദാരമതികളായ ആരാധകരെ കൊണ്ട് സംഭാവനകളിൽ കൂടി സഹകരിപ്പിക്കുകയും ചെയ്യുന്നു.
മോഹൻജി ഹനുമാൻജിയുടെ മനോഹരമായ ഒരു വിഗ്രഹം അയച്ചു കൊടുത്തിരുന്നു. സായിബാബയുടെ യഥാർത്ഥത്തിലുള്ള അത്ര വലിപ്പമുള്ള ഒരു പ്രതിമ എത്തിച്ചു കൊടുക്കുവാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. 2 വിഗ്രഹങ്ങളും ബാബാജിയുടെ സമാധി വാർഷികത്തിന് മുമ്പ് ക്ഷേത്ര പരിസരത്ത് എത്തി. വാർഷിക ദിനത്തിൽ ട്രസ്റ്റിമാർ 2 വിഗ്രഹങ്ങളെയും മഹാഭിഷേകം ചെയ്ത് ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് വിഗ്രഹങ്ങളെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആഭരണങ്ങൾ അണിയിച്ച് അലങ്കരിച്ചു. തുടർന്ന് വിശദമായ പൂജകളും നടന്നു. 2 ബിംബങ്ങളും സമാധി വാർഷികത്തിന് മുമ്പ് എത്തിച്ചേർന്നതും വാർഷിക ദിനത്തിൽ തന്നെ പൂജകൾ സ്വീകരിച്ചതും തികച്ചും യാദൃച്ഛികമായിരുന്നു. ബാബാജി മോഹൻജിയുടെ സമ്മാനങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിച്ചു എന്ന് തോന്നിക്കുന്ന വിധത്തിൽ സായിബാബയുടെ അനുശാസനങ്ങളുടെ ശ്രദ്ധയും സബോരിയും, അതായത് വിശ്വാസവും ക്ഷമയും സജീവമായ മാതൃകയായി ബാബാജി നമ്മോടൊപ്പം ജീവിക്കുന്നു. ബാബാജി ഒരിക്കലും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു പുറന്തോട് മാത്രമായിരുന്നു. ഉള്ളിൽ സായിബാബ മാത്രമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചിന്തയും സായിബാബയ്ക്ക് വേണ്ടി, ഓരോ വാക്കും സായിബാബയ്ക്ക് വേണ്ടി, ഓരോ പ്രവൃത്തിയും സായിബാബയ്ക്ക് വേണ്ടിയായിരുന്നു. എല്ലായ്പ്പോഴും തൻ്റെ എല്ലാ വിജയങ്ങളും തൻ്റെ ഗുരുവിൻ്റെ സാമർഥ്യമായി കണ്ട് തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിലൂടെ പരമമായ ഭക്തി എന്താണ് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. തന്നെപ്പറ്റി ഒരു വാക്കുപോലുമില്ല. ഗുരുവിന് അപാരമായ ശക്തി ഉള്ളതുകൊണ്ട് താൻ സർവശക്തനാണ് എന്ന് തൻ്റെ ഒന്നുമില്ലായ്മയിൽ കൂടി അദ്ദേഹം തെളിയിച്ചു. എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഗുരുവിൻ്റെ പ്രാപ്തിയിൽ തനിക്കുള്ള ഇളകാത്ത വിശ്വാസത്തെ അദ്ദേഹം വീണ്ടും വീണ്ടും പ്രകാശിപ്പിച്ചു. അദ്ദേഹം എല്ലാ സാഹചര്യങ്ങളെയും ഗുരുവിൽ നിന്നുള്ള സമ്മാനമായി കരുതി പരാതി കൂടാതെ സ്വീകരിച്ചു. വാക്കുകളിൽ കൂടിയല്ല, പ്രവൃത്തിയിൽ കൂടി. അദ്ദേഹത്തിന് ലക്ഷ്യത്തിൽ ഏകാഗ്രമാക്കിയ ഒരു മനസ്സുണ്ടായിരുന്നു. തൻ്റെ ഗുരുവിനെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാവുകയും തൻ്റെ ഗുരുവിൻ്റെ അനുശാസനങ്ങളെ കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം. ഈ ജന്മത്തിൽ ഞങ്ങളും ഒരു ദിവസം അദ്ദേഹത്തെ പോലെ ആയിത്തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. മോഹൻജിക്കും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദിവ്യസാന്നിധ്യം എന്ന അത്ഭുതകരമായ സമ്മാനത്തിനും ഞങ്ങളെ മുക്തിയുടെ പരമമായ പാതയിൽ കൊണ്ടുപോകുന്നതിനും അനന്തമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സജ്ജനങ്ങളെ, ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.